നമസ്കാരം. ഇന്നത്തെ RDX പരിശോധിക്കുന്ന ആദ്യത്തെ വിഷയത്തിലേക്കാണ്. ആശ്ചര്യകരമാണ് കേരള പോലീസിലെ ഇടിയൻ പോലീസുകാരെ പറ്റി അനുദിനം പുറത്തുവരുന്ന വാർത്തകൾ. ഈ 2025-ലും മനുഷ്യരെ പിടികൂടി ജീപ്പിലും സ്റ്റേഷനിലുമെല്ലാം ലോക്കപ്പിലുമെല്ലാം ഇട്ട് പൊതിരെ ഇടിക്കുന്ന പോലീസുകാർ സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും മാത്രമല്ല നമ്മുടെ സമൂഹത്തിനാകെ എന്തൊരു നാണക്കേടാണ്. പുതിയ കാലത്തേക്ക് ഇനിയും വണ്ടി കിട്ടിയിട്ടില്ലാത്ത ഈ ക്രൂരന്മാരും സംസ്കാരശൂന്യരുമായ ഉദ്യോഗസ്ഥർ. ഏതായാലും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന കേസുകളിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ സർക്കാർ ഒരുങ്ങിയെന്നാണ് അറിയുന്നത്. അപ്പോഴാകട്ടെ പണ്ടോറയിൽ പെട്ടിയിൽ നിന്ന് എന്ന പോലെ ഇടിമുറിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് ഇടതു പ്രവർത്തകരെ മൂന്നാം മുറയ്ക്ക് വിധേയരാക്കിയ ഗുണ്ടാ പോലീസുകാർക്ക് ഇടതു സർക്കാരിന്റെ കാലത്തും സംരക്ഷണം കിട്ടിയതിനടക്കം തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. RDX ഇന്നും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. ആദ്യം RDX റാപ്പ് കാണാം. 59 സെക്കൻഡ്. കുന്നംകുളത്തെ മൂന്നാം മുറ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ ഉത്തരമേഖല IG രാജ്പാൽ മീണ തൃശൂർ റേഞ്ച് DIGയോട് ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനം. നിയമോപദേശം കൂടി കിട്ടിയ സാഹചര്യത്തിൽ ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യാനാണ് സാധ്യത. അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് വിഷയം ഏറ്റെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായെങ്കിലും സർക്കാർ നടപടി വൈകുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ സന്ദീപിന്റെ വീട്ടിലേക്കും നടന്ന പ്രതിഷേധ മാർച്ചുകളിൽ നേരിയ സംഘർഷമുണ്ടായി. തൃശൂർ PG സ്റ്റേഷനിലെ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനും കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടി. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് 8 മാസമായി മുക്കിയ ഫയലിന് ജീവൻ വെച്ചത്. UDF സർക്കാരിന്റെ കാലത്ത് SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റിനെ മർദ്ദിച്ച DYSP മധു ബാബുവിനെ സർക്കാർ ഇതുവരെ സംരക്ഷിച്ചതിന്റെ അടക്കം തെളിവ് ന്യൂസ് മലയാളം പുറത്തുവിട്ടു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് മൂന്നാം മുറ അനുഭവിച്ചവരുടെ കൂടുതൽ ഹീനാനുഭവ സാക്ഷ്യങ്ങളും വെളിപ്പെടുത്തലുകളും തുടരുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സുജിത്തിനെ മർദ്ദിച്ച സിവിൽ പോലീസ് ഓഫീസർ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഓക്കെ, നമ്മൾ ഇനി ഡാറ്റാ ഷീറ്റിലേക്ക് നേരിട്ട് കടക്കുകയാണ്. പോലീസിന് ഗുണ്ടകളുടെ പണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുന്നംകുളം മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം, പോലീസുകാർക്കെതിരെ തുടർ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സസ്പെൻഷനിലുള്ള 4 പേരെയും പിരിച്ചുവിടുകയോ തരം താഴ്ത്തുകയോ ചെയ്യും എന്ന വിവരം ഇപ്പോൾ ലഭിക്കുകയാണ്. ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാൻ ഉത്തരമേഖല IG രാജ്പാൽ മീണ തൃശൂർ റേഞ്ച് DIGയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പുനരന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പുനഃപരിശോധിക്കും എന്ന തീരുമാനവും ഇപ്പോൾ ഉണ്ട്. PG സ്റ്റേഷനിലെ മർദ്ദനമാണ്. ഹോട്ടൽ ഉടമയെയും മകനെയും മാനേജരെയും മർദ്ദിച്ചത് SI ആയിരുന്ന PM രതീഷാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. KP ഔസേബ്, പോൾ ജോസഫ്, റോണി ജോൺ എന്നിവർക്ക് മർദ്ദനമേറ്റത് 2023 മെയ് മാസം 24-നാണ്. പരാതിക്കാർ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല എന്ന കാര്യമുണ്ട്. ASP ശശിധരന്റെ അന്വേഷണത്തിൽ SI രതീഷ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷവും രതീഷിന് CI ആയി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരമാണ് ദൃശ്യങ്ങൾ പുറത്തായത്. ദൃശ്യം പുറത്തു വന്നതോടെ CI PM രതീഷിനെതിരെ നടപടിക്ക് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 15 ദിവസത്തിനകം ഇപ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള പോലീസുകാരൻ വിശദീകരിക്കണം. മധു ബാബു എന്നുള്ള ഇടിയൻ പോലീസിനെ പറ്റി നിരവധി പരാതികളാണ് വരുന്നത്. മധു ബാബു മൂന്നാം മുറ നടത്തുന്നയാളെന്ന് പലവട്ടം പരാതിപ്പെട്ടിരുന്നു. പത്തനംതിട്ട SFI മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നുണ്ട്. 2012 UDF കാലത്ത് നടന്ന കസ്റ്റഡി മർദ്ദനം ജയകൃഷ്ണൻ
ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ അടുത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു, കണ്ണിലടക്കം മുളക് പൊടി സ്പ്രേ ചെയ്തു, കർണപുടം അടിച്ചു തകർത്തു എന്നുള്ളതാണ് പരാതി. ചെന്നിടത്തെല്ലാം ഇടിയോടിടിയാണ് മധുബാബു ചെയ്തിരിക്കുന്നത് എന്നാണ് പരാതി. മധുബാബു മർദ്ദിച്ചെന്ന് വെളിപ്പെടുത്തി പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ നേതാവ് അനീഷ് പ്രമാണവും രംഗത്ത് എത്തിയിരിക്കുകയാണ്. 2022 തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് തൊടുപുഴ സ്വദേശി മുരളീധരനും വെളിപ്പെടുത്തിയിരിക്കുന്നു. 2012 കോന്നിയിൽ CI ആയിരിക്കെ മധുബാബു ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് ജ്വല്ലറി ഉടമയും ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ അടിച്ച് പീഡിപ്പിച്ചുവെന്ന ജ്വല്ലറി ഉടമ വിജയൻ ആചാര്യാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. 2006 ഓഗസ്റ്റിൽ ചേർത്തല SI ആയിരിക്കെയും മധുബാബു ക്രൂരമർദ്ദനങ്ങൾ നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പള്ളിപ്പുറം സ്വദേശി സിദ്ധാർത്ഥനെ ജീപ്പിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു, നഗ്നനാക്കി ചൊറിയണം തേച്ചു എന്നുള്ള അതിക്രൂരമായ ആരോപണം മധുബാബുവിനെതിരെയുണ്ട്. മർദ്ദനത്തിൽ സിദ്ധാർത്ഥന്റെ ഇടത് ചെവിയുടെ കർണപുടം പൊട്ടി ഗുരുതര പരിക്കേറ്റു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. മധുബാബു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി അപ്പീൽ നൽകി ജാമ്യം നേടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിലെ വസ്തുത. സമ്മാനം പ്രമോഷനായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. മധുബാബുവിനെതിരെ മുൻ SP ഹരിശങ്കർ 2016 നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീണ്ടും സ്ഥിരം കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണ്. ക്രമസമാധാന ചുമതലയിൽ വെക്കരുതെന്ന ശുപാർശ ഒരു മുൻ SP തന്നെ വെച്ചിരിക്കുന്നു. മധുബാബു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയാണ് ഇപ്പോഴും സർവീസിൽ തുടരുന്നത്. SP ഹരിശങ്കറിന്റെ റിപ്പോർട്ട് തള്ളി മധുബാബു സ്ഥാനക്കയറ്റത്തോടെ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നത്. സംസ്ഥാനമെങ്കും പരാതി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അടൂർ SI അനൂപ് ചന്ദ്രൻ മർദ്ദിച്ചെന്ന് പള്ളിക്കൽ സ്വദേശി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാബു ഇപ്പോൾ ആരോപിക്കുകയാണ്. അച്ഛൻ മരിച്ചത് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വിജയ് ഇന്ദുചൂടനും പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും പോലീസ് സേനയ്ക്കും സർക്കാരിനും നാണക്കേടുണ്ടാക്കുന്ന ചില പോലീസുകാരുണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി തന്നെ തുറന്നു പറയുന്നു. അവരെയെല്ലാം സർക്കാർ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. മർദ്ദനം ഇടതുപക്ഷ നയമല്ല, സമൂഹത്തിനും സർക്കാരിനും ദോഷപ്പേരുണ്ടാക്കുന്ന സേനയിൽ തന്നെ നിലനിർത്താൻ കൊള്ളാത്ത ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കെല്ലാം എതിരെ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കേൾക്കാം. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏതെങ്കിലും പോലീസുകാരൻ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയമല്ല. അത് ഈ ഗവൺമെൻറ് മോശപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളതാണ്. മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കും. VS അനുവാണ് വിശകലനങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നത്. അനു, ഗുഡ് ഈവനിങ്. നോക്കൂ, ഇടിയൻ പോലീസ് എന്നൊരു പ്രയോഗം കേരള പോലീസിൽ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അധികം കേൾക്കാത്ത ഒരു വാക്കാണ്. നോക്കൂ, നമ്മൾ ഈ കുട്ടൻപിള്ള പോലീസുകാരുടെ എല്ലാം കഥകൾ പല സിനിമകളിലൂടെ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ കാലത്തും അവരെല്ലാം നിർബാധം സർവീസിൽ തുടരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒന്നാമത്തെ കുറ്റാന്വേഷണത്തിൽ ഒന്നാമത്തെ പോലീസ് സേനയായി പേര് കേട്ടിട്ടുള്ള കേരള പോലീസിന് ആകെ നാണക്കേടാണ്. ഇതിൽ ഗുരുതരമായൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇവർക്കെല്ലാം എതിരെയുള്ള തെളിവുകൾ കയ്യിൽ വെച്ചിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ മാത്രമാണ് നടപടിക്ക് മുതിരുന്നത്. ബിരിൽ, ഗുഡ് ഈവനിങ്. ബിരിൽ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നായി അറിയപ്പെടുന്നതും വിലയിരുത്തുന്നതും കേരള പോലീസിനെയാണ്. അത് കുറ്റാന്വേഷണ മികവായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രമസമാധാന പാലനമായിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ വളരെ മികച്ച പ്രകടനം നടത്തുന്ന ഒരു പോലീസ് സേന. പക്ഷേ ഇവിടെയും ചില പഴയ കുട്ടൻപിള്ളമാർ ഇപ്പോഴും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കം പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്, പഴയ പോലെ അല്ല കേരള പോലീസിൽ ഈ 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞെത്തുന്ന പോലീസുകാരല്ല, MPhilലും വലിയ ഉന്നത ബിരുദങ്ങൾ നേടിയ ആൾക്കാരാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ CPO അടക്കമുള്ള തസ്തികകളിലേക്ക് എത്തുന്നത്. അത്രമേൽ പ്രഗത്ഭരായ ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, കൈക്കൂലി കുറവായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം ആളുകൾ ഒരു വലിയ പാഷനോടുകൂടി ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചില പുഴുക്കുത്തുകൾ ഈ സേനയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളോടെ പുറത്തു വന്ന വാർത്തകൾ. ഇതിൽ ഈ കുന്നംകുളത്തെ സംഭവം നമുക്ക് എടുത്തു നോക്കാം. എത്ര ക്രൂരമായിട്ടാണ് ഒരു പൊതുപ്രവർത്തകനെ, നോക്കൂ, കേരളത്തിൽ വലതുപക്ഷവും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഭരിക്കാറുണ്ട്. ഇരു പാർട്ടികളിലെയും മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ വരാറുണ്ട്. ആ സമയത്തൊക്കെ ഇരു കൂട്ടരുടെയും എതിർപക്ഷത്തുള്ള ആളുകൾ ഇവിടെ പ്രതിപക്ഷമായി നിൽക്കുകയും വലിയ സമരങ്ങൾ നടത്തുകയും സ്റ്റേഷനിലടക്കം പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവരെയൊന്നും ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. അങ്ങനെയുള്ള ഒരു യൂത്ത് കോൺഗ്രസിലെ സുജിത്ത് എന്ന് പറയുന്ന
പറയുന്ന ഒരു പ്രവർത്തകരെ എത്ര ക്രൂരമായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ നടക്കുമോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവിടെ കുറ്റമായി കാണുന്നത് ഇത് നടന്നു എന്നുള്ളതല്ല, പകരം ഈ നടന്നതിന് ശേഷം ഇത്രയും കാലം 2023 നടന്ന സംഭവമാണ്. എന്തുകൊണ്ട് ഇതിൽ ഒരു നടപടി ഉണ്ടായില്ല? ഞാനടക്കം അല്ലെങ്കിൽ ബില്ലിലടക്കം ഈ വിഷയം അല്ലെങ്കിൽ ഈ CCTV അയാൾ വലിയ നിയമ പോരാട്ടം, വിവരാവകാശ പോരാട്ടം നടത്തിയാണ് ഈ CCTV ദൃശ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ ദൃശ്യം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങളാരും അല്ലെങ്കിൽ നമ്മളാരും സംസാരിക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന വലിയ പ്രതിഷേധം അയാളുടെ അശുചിത്വം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് സ്വാഭാവികമായിട്ടും അന്ന് ഈ ആരോപണം വന്നിരുന്നു. എന്തുകൊണ്ട് അത് കണ്ട ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് ഇത് നടപടിയെടുക്കേണ്ട കാര്യമാണെന്ന് എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നു വരേണ്ടത്. ഇന്നിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ പറയുന്നത് കർശനമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ 4 SI ന്യൂമാൻ അടക്കമുള്ള 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള നിയമോപദേശം അദ്ദേഹം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഈ പീച്ചിൽ നടന്ന സംഭവം അവിടെയും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇത് വലിയ പ്രശ്നമായി വരുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥനെതിരെ ACP ശശിധരൻ നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തു. 8 മാസമാണ് കേരള പോലീസിലെ ഒരു IG-യുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ഇരുന്നത്. എന്ത് നടപടിയാണ് എടുത്തത്? അതുകൊണ്ട് ഇത് പോലീസിലെ പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അത് കണ്ടിട്ടും കാണാത്ത ഒരു നീതിന്യായ സംവിധാനം ഇവിടെ ഉണ്ട്, ഒരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ബിനിൽ, അനു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇത് 1-2 ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് കൊണ്ട് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പോലീസുകാരെല്ലാം ആ വിധത്തിലാണെന്ന് നമുക്കങ്ങനെ പറഞ്ഞു പോകാൻ സാധിക്കില്ല. പക്ഷേ അനു പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് എനിക്കും തോന്നുന്നത്. നോക്കൂ, ഇവിടെ 1-2 ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണെങ്കിൽ പോലും ആ സിസ്റ്റം അവരെ സംരക്ഷിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് പോലീസ് സേനയിൽ ആകെ അവിശ്വാസം രേഖപ്പെടുത്തുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ ഈ മധു ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഡാറ്റ ഷീറ്റ് വായിക്കുമ്പോൾ നോക്കൂ, ആ ഡാറ്റ ഷീറ്റിൽ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അദ്ദേഹത്തിനെതിരെ അന്നത്തെ SP ആയിരുന്ന ഹരിശങ്കർ വളരെ ഗുരുതരമാണ്, ഇയാളൊരു ഇഡിയൻ പോലീസാണ്, ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട് എന്ന റിപ്പോർട്ട് നൽകി. പക്ഷേ അദ്ദേഹത്തിന് പ്രൊമോഷനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നുണ്ട്. അതേ പക്ഷേ അദ്ദേഹം നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധ്യതകൾ തേടിക്കൊണ്ട് അതിനെ മറികടക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത്തരം ഉദ്യോഗസ്ഥർ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന് പറയുമ്പോഴും ആ പോലീസ് സേനയുടെ ഒരു ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയല്ലേ യഥാർത്ഥത്തിൽ അനു? ബിനിൽ നോക്കൂ, ഈ മധു ബാബുവിനെതിരെ ബിനിൽ സൂചിപ്പിച്ചത് തന്നെ ഈ ഡാറ്റ ഷീറ്റിൽ തന്നെ ഏകദേശം 5ഓളം അതിക്രൂര പീഡനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥൻ ഇയാളെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തരുത് എന്ന് റിപ്പോർട്ട് നൽകിയ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഏറ്റവും രസകരമായ സംഭവം, കഴിഞ്ഞ ദിവസം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പോലീസ് മേധാവി പുതിയ DGP റവാഡ ചന്ദ്രശേഖരനെ കണ്ട് കേരള പോലീസിലെ മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ഒരു നിവേദനം നൽകുകയുണ്ടായി. ആ നിവേദനം നൽകുന്ന സംഘത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഒന്ന് നോക്കൂ, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പരാതിയുമായി എത്തുന്ന ആളുകളെ ഇടിക്കുന്ന, അവരെ അങ്ങേയറ്റം ക്രൂരമായി വേദനിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കേരള പോലീസ് എങ്ങനെയാണ് ആധുനികവൽക്കരിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്ന സംഘത്തിൽ ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുള്ളപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരന് ഒരു നീതി ലഭിക്കുക? ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഇന്ദുചൂടൻ്റെ കാര്യം പറയുന്നു. എന്തുകൊണ്ട് അതിൽ നടപടി ഉണ്ടാകുന്നില്ല? ഇങ്ങനെ എത്ര പരാതികൾ, ഇത് പരാതി പറയാത്ത എത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കേരള പോലീസിൻ്റെ അവർ മികച്ചതായിരിക്കാം, അവർ വലിയ അന്വേഷണ സ്വഭാവമുള്ളവരായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഇടിയൻ പോലീസുമാരുടെയും കുട്ടമ്പിള്ള പോലീസുമാരുടെയും നാട് ആണ് ഇത് എന്ന തോന്നൽ ഇവരുടെ ഈ പ്രവൃത്തികളിലൂടെ ഉണ്ടാകും. അവിടെ ഉണ്ടാകേണ്ടത് കർശന നടപടിയാണ്. ആ നടപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിമിഷം വരെ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി അല്ലെങ്കിൽ ഈ വിഷയത്തിലൊരു മറുപടി നൽകിയിട്ടില്ല. അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, എന്ത് നടപടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ എടുക്കുക എന്നുള്ള കാര്യത്തിലും നമുക്ക് ഏറെ ആകാംക്ഷയുണ്ട്. ഏതായാലും ഇത്തരം ഉദ്യോഗസ്ഥർ ഒരു ക്രമസമാധാന പാലനം തുല്യമായി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിനിൽ, തീർച്ചയായും ഒരു കാരണവശാലും കേരളം എന്ന് പറയുന്ന
ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത പ്രവണതയാണ് ഈ ഉദ്യോഗസ്ഥരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ നിന്ന്. തീർച്ചയായും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മൗനം വെടിയുകയും തെളിവുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയുകയും ചെയ്യണം. കൃത്യമായ നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തടവറയിൽ പോലും അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോ പൗരനുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ക്രമസമാധാന പാലനത്തിലും കേസന്വേഷണത്തിലും രാജ്യത്തിന് മാതൃകയായ നേട്ടങ്ങൾ നേടിയിട്ടുള്ള കേരള പോലീസിന് എത്രയേറെ അപമാനകരമായ വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. കൊളോണിയൽ ഹാങ് ഓവർ മാറാത്ത ഇടിയുപകരണങ്ങളാണ് തങ്ങളെന്ന് സ്വയം കരുതുന്ന സംസ്കാരശൂന്യരായ ഒരു ന്യൂനപക്ഷം നമ്മുടെ പോലീസിൽ ഇന്നുമുണ്ട്. സേനയ്ക്കാകെ നാണക്കേടാകുന്ന പുഴുക്കുത്തുകൾ, കാക്കിയിടാൻ പോലും യോഗ്യരല്ലെന്ന് പലവട്ടം തെളിയിച്ചവർ, സ്ഥിരം കുറ്റവാളികളുടെ കാക്കിയും തൊപ്പിയും ചട്ടപ്പടി തന്നെ ഊരി വാങ്ങിയിട്ട് നിയമ നടപടിക്ക് വിധേയരാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. തിരുത്തിയാൽ ശരിയാകുന്നവരുണ്ടെങ്കിൽ മാതൃകാപരമായി ശിക്ഷിച്ച് തന്നെ തിരുത്തണം. മനുഷ്യരെ ഇടിക്കുന്ന പോലീസ് നമ്മുടെ കാലത്തിനും സംസ്കാരത്തിനും അന്തസ്സിനും ചേരുന്നവരല്ല. ഇടിയൻ പോലീസുകാരെ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനമാണെങ്കിൽ അതും ജനാധിപത്യത്തിന് തീരാ നാണക്കേടാണ്. അടിയന്തര നടപടികൾ ഉടനടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ RDX അടുത്ത വിഷയത്തിലേക്ക്.